ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നു. നീ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇന്നലെ പോയത്, ഫോണിലൂടെയും വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. എന്താ കണ്ണ കാര്യമെന്ന് അനന്തു തിരക്കുമ്പോൾ ഇന്നലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായെന്നും മഹിയുടെ സാന്നിധ്യത്തിൽ തന്നെ എല്ലാം വിശദമായിട്ട് പറയാമെന്നും കണ്ണൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒന്ന് കമലേശ്വരത്ത് നടന്നിട്ടുണ്ട് എന്ന് തന്നെ ലേഖയും അനന്തവും ഉറപ്പിക്കുന്നു. പിന്നീട് കണ്ണൻ മഹിയുടെ മുറിയിലെത്തുന്നു. രാവിലെ വേഗം വരാമെന്ന് പറഞ്ഞു പോയിട്ട് വൈകി വന്നതിൽ മഹി പരിഭവം പറയുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്നലെ രാത്രി ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് നടന്നതെല്ലാം കണ്ണൻ അവരോട് തുറന്നു പറയുന്നു. അങ്ങനെ ഉണ്ണിയുടെ ആ ക്രൂരത കേട്ട് ഞെട്ടത്തിരിച്ച് നിന്ന് പോവുകയാണ് മഹിയും ലേഖയും അനന്തവും. തുടർന്ന് നീ ഇനി ഒരു നിമിഷം പോലും നിൻ്റെ വീട്ടിൽ കഴിയാൻ പാടില്ല, മഹിയും കുഞ്ഞും ഇവിടെയല്ലേ, നിനക്ക് ഇവിടെ നിന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അനന്തു. നൂലുകെട്ട് കഴിഞ്ഞ് മഹിയെയും കുഞ്ഞിനെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള വ്യഗ്രതയാണല്ലോ കണ്ണേട്ടന്. ഈ കുഞ്ഞിനെ പോലും അവർ വെറുതെ വിടില്ല. സിദ്ധിയായിട്ടുള്ള അമ്മ കുഞ്ഞിന് ഈശ്വരാധീനമുണ്ടെന്നും ഒന്നും സംഭവിക്കില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. നമ്മുടെ പിടിവാശി കൊണ്ട് കുഞ്ഞിനൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് തന്നെ ലേഖ മുന്നറിയിപ്പ് നൽകുന്നു. തുടർന്ന് നിൻ്റെ രണ്ടാനമ്മ കൂടി അറിഞ്ഞിട്ടാണോ ഇതെല്ലാം എന്ന് അനന്ത് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഒന്നും അറിയില്ല, അമ്മയാണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ഉണ്ണിയോട് പറഞ്ഞത്. എന്തായാലും മാർക്കോ ഉണ്ണിയുടെ കാല് തള്ളി ഒടിച്ചു എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അവൻ്റെ കാല് മാത്രമല്ല കൈകൾ കൂടി തല്ലി ഒടിക്കണം എന്ന് പറയുന്നുണ്ട് ലേഖ. ശേഷം ഇനി നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് അവിടെ താമസം തുടങ്ങിയാൽ അവരുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നിങ്ങൾ ഒരു പക്ഷെ രക്ഷപ്പെട്ടേക്കാം, പക്ഷേ ഈ കുഞ്ഞിന് ഇതൊക്കെ സഹിക്കാൻ കഴിയുമോ? ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അനന്തു വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട്. വാമൻ്റെയും മേഘൻ്റെയൊക്കെ സാലറിയും വരുമാനമൊക്കെ നിർത്തിയതുപോലെ ഉണ്ണിയുടെയും സാലറി കട്ട് ചെയ്യണമെന്ന് ലേഖയും പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളിവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെ എടുത്തേ പറ്റൂ എന്ന് ലേഖയും അനന്തവും ഒരുമിച്ച് തന്നെ കണ്ണനെയും മഹിയെയും അറിയിക്കുന്നുണ്ട്. അങ്ങനെ അനന്തവും ലേഖയും പോയതിന് ശേഷം ശ്വാസം കിട്ടാതെ പിടയുന്ന സമയത്ത് തൻ്റെയും കുഞ്ഞിൻ്റെയും മുഖമായിരുന്നു മനസ്സിൽ. നിങ്ങളെ കാണാൻ കഴിയുമോ എന്ന് പോലും തോന്നിപ്പോയി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ വല്ലാതെ തന്നെ ഇമോഷണൽ ആകുന്നു. ഏതായാലും മഹിക്കാണെങ്കിലും വല്ലാതെ ഭയം തോന്നുന്നുണ്ട്. ഇത്രയൊക്കെ തിരിച്ചടികൾ കിട്ടിയിട്ടും ശത്രുക്കൾ വീണ്ടും ശക്തരായിട്ട് തന്നെ തുടരുന്നുണ്ട്. അവർ വീണ്ടും തങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണല്ലോ എന്നെല്ലാം ഓർത്ത് മഹിക്ക് വല്ലാതെ തന്നെ പേടിയാകുന്നു. അനന്തുവേട്ടനും ലേഖയും പറയുന്നതിൽ കാര്യമുണ്ട് കണ്ണേട്ടാ. നമ്മുടെ കാര്യം പോട്ടെ എന്ന് വയ്ക്കാം, എത്ര പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് നമ്മുടെ കുഞ്ഞിനെ നമുക്ക് ലഭിച്ചത്. നമ്മൾ കാരണം കുഞ്ഞിനൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് തന്നെ മഹി വീണ്ടും കണ്ണനോട് പറയുന്നു. ഇല്ല മഹി, താനും നമ്മുടെ കുഞ്ഞും ജീവിക്കേണ്ടത് എൻ്റെ തറവാട്ടിലാണ്, അല്ലാതെ നമ്മളെ ഇല്ലാതാക്കാൻ നോക്കുന്ന വിഷപ്പാമ്പുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. തനിക്കും നമ്മുടെ കുഞ്ഞിനും സ്വസ്ഥമായും സമാധാനത്തോടെയും നമ്മുടെ വീട്ടിൽ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉണ്ണിയെയും കരുണയും ഞാൻ അവിടെ നിന്ന് തന്നെ ഇറക്കി വിടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. കരുണയാണെങ്കിലും അച്ഛൻ്റെ കേസിൻ്റെ കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് മാത്രം തൽക്കാലം ക്ഷമിച്ചു നിൽക്കാമെന്നും അല്ലാതെ ആരുടെ മുന്നിലും അടിയറവ് പറഞ്ഞു നിൽക്കുന്ന ശീലം എനിക്കില്ലെന്നും ഒരവസരം വന്നു കഴിഞ്ഞാൽ എൻ്റെ തനി നിറം ഞാൻ പുറത്തെടുക്കുമെന്നെല്ലാം പ്രതാപിനെ ജയിലിൽ പോയി കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് കരുണ പ്രതാപിനെ കണ്ട് തിരികെ വീട്ടിലെത്തുന്നു. മോളെ അവനെ എന്താ പറഞ്ഞു എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോൾ അച്ഛൻ ഇനി ഒന്നും പറയാനും കഴിയില്ല, പ്രവർത്തിക്കാനും കഴിയില്ല. ഞാൻ വിഷമിക്കുന്നത് കാണാതിരിക്കാനാണ് അയാൾ നടന്ന കാര്യം എന്നെ അറിയിക്കാതിരുന്നതെന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷേ അയാൾ രണ്ട് കാലിൽ നടന്നു വരുന്ന ആ ഒരു കാഴ്ച അതോർത്തിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഈ നൂലുകെട്ട് കഴിഞ്ഞ് അയാൾ ലക്ഷ്മിയെയും കുഞ്ഞിനെയും കൊണ്ട് തറവാട്ടിലേക്ക് വരാൻ പോകുന്നത്, അതൊന്നും കണ്ടു നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ല. തുടർന്ന് അമ്മയ്ക്കിപ്പോൾ സന്തോഷമായല്ലോ, സ്വന്തം മകൾ കണ്ണീര് കുടിച്ചാലും മൂത്ത മോൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയല്ലോ. പേര് പോലെ തന്നെ കമലേശ്വരത്തെ മഹാലക്ഷ്മി അല്ലേ അവൾ എന്നെല്ലാം കരുണ പറയുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നതുകൊണ്ട് ദൈവങ്ങൾ ഓരോന്ന് ലക്ഷ്മി മോൾക്ക് അറിഞ്ഞു നൽകുന്നു. അതിൽ അസൂയപ്പെടാതെ കണ്ണനെയും ലക്ഷ്മിയെയും സ്നേഹിക്കാൻ പഠിക്കുക, എങ്കിൽ നിൻ്റെ ജീവിതത്തിലും നല്ലത് മാത്രമേ സംഭവിക്കൂ എന്നെല്ലാം മോഹിനി പറയുന്നുണ്ടെങ്കിലും കരുണയാണെങ്കിൽ അതൊന്നും കേട്ട് ഇഷ്ടപ്പെടാതെ നേരെ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കരുണയുടെ അടുത്തേക്ക് മുത്തശ്ശി വരുന്നുണ്ട്. ഞാനിനി അവിടേക്ക് പോകുന്നില്ല മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. അവിടെയാണെങ്കിൽ ആരുടെയും മുഖം കാണാതെ സ്വസ്ഥമായിട്ട് നിൽക്കാമെന്നല്ലോ എന്നെല്ലാം മുത്തശ്ശിയും എൻ്റെ കൂടെ വരണം എന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് മോൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം മോൾ അറിയും. അതുകൊണ്ട് മോളെ എങ്ങനെയെങ്കിലും തടയണം, മോൾ ഒരിക്കലും ഒന്നും അറിയാൻ പാടില്ല എന്നെല്ലാം സ്വയം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. എന്നിട്ട് അത് വേണ്ട മോളെ, മോൾ ഈ സമയത്ത് ആരുടെയും മുന്നിൽ താഴ്ന്നു കൊടുക്കരുത്.
ദുർഗ ഇപ്പോൾ മാറി, അതുപോലെ മോളും അഭിനയിക്കണം എന്നെല്ലാം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. എന്നിട്ട് ഒരവസരം വന്നു കഴിഞ്ഞാൽ മോൾ എല്ലാത്തിനും പകരം ചോദിക്കണം. ഇപ്പം മോൾ ഇടഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പ്രതാപിൻ്റെ കേസിനെയും അത് ബാധിക്കും. മോൾ നന്നായി എന്നറിഞ്ഞാൽ കണ്ണൻ ചിലപ്പോൾ നഷ്ടപരിഹാരം വേണ്ട എന്ന് തീരുമാനിക്കാനും സാധ്യതയുണ്ടെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ കരുണയ്ക്കും അത് ശരിയാണെന്ന് തന്നെ തോന്നുന്നു. അങ്ങനെ കരുണ കമലേശ്വരത്തേക്ക് തിരിക്കാൻ പോകാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് കണ്ണനെ ഉണ്ണി കൊല്ലാൻ നോക്കി, കരുണയാണെങ്കിൽ അതിന് കൂട്ടുനിന്നു എന്നെല്ലാം അറിഞ്ഞ് ഉണ്ണിയെയും കരുണയെയും വലിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ കമലേശ്വരത്ത് എത്തുന്നുണ്ട് നമ്മുടെ മഞ്ജുവിനെ കാണുമ്പോൾ തന്നെ ദുർഗയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ആരോഗ്യമൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹനാടകൻ കാണാനൊന്നുമല്ല ഞാൻ വന്നത്. എൻ്റെ കണ്ണേട്ടനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി എൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന ആ രാക്ഷസനെ കാണാനാണ്. നിങ്ങൾക്കും അതിൽ പങ്ക് കാണും, നിങ്ങൾ കൂടി അയാളുടെ ഗൂഢാലോചനയിൽ പങ്കാളിയായിരിക്കും എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ ഇല്ല മോളെ, സത്യമായിട്ടും ഈ അമ്മയ്ക്ക് അതിലൊരു മനസ്സറിയും ഇല്ല. പൂജാമുറിയിൽ ലക്ഷ്മി മോളെ പൂജിച്ച് ആരാധിക്കുന്ന അയ്യപ്പ വിഗ്രഹം സാക്ഷിയായിട്ട് ഞാൻ പറയാണ്, കണ്ണനോട് ഉണ്ണി ചെയ്ത ക്രൂരതയ്ക്ക് പകരമായിട്ട് മാർക്കോ അവൻ്റെ കാല് തല്ലിയൊടിച്ചു. അതിൽ ഒരു വിഷമവും എനിക്കില്ല. ഉണ്ണിക്ക് കൂട്ടുനിന്ന കരുണയെ ഞാൻ ഇവിടെ നിന്നും തല്ലിയിറക്കിയെന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് കേട്ടോ മഞ്ജുവിനോട്. ഇതേ സമയത്ത് തന്നെയാണ് കരുണ വരുന്നത്. കരുണയെ കാണുന്നതും രക്തം തിളച്ചു പോവാണ് കേട്ടോ മഞ്ജുവിൻ്റെ. അമ്മ പറഞ്ഞത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ, കണ്ണേട്ടനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഇവളിനി ഈ വീട്ടിൽ കയറാൻ പാടില്ല, ഇവളെ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ ആട്ടി ഓടിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. അപ്പോൾ കരുണയ്ക്കാണെങ്കിൽ അത് കേട്ട് വല്ലാതെ തന്നെ നിസ്സഹായതയോടെ നിൽക്കുകയാണ്. കാരണം തനിക്കിപ്പോൾ ആരും ആ വീട്ടിൽ സപ്പോർട്ടായിട്ടില്ല. ഇനി മഞ്ജുവിൻ്റെ വാക്ക് കേട്ട് ദുർഗയെങ്ങാനും തന്നെ അവിടെ നിന്നും അടിച്ചിറക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തൻ്റെ കള്ളക്കണ്ണീര് പുറത്തെടുക്കുകയാണ് കേട്ടോ കരുണ. ഇതേ സമയത്ത് തന്നെയാണ് കണ്ണൻ വരുന്നത്. തുടർന്ന് കണ്ണേട്ടൻ എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. കണ്ണേട്ടൻ ഇവിടെ നല്ലൊരു തീരുമാനം എടുത്തേ പറ്റൂ. എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നവനെയും ഇവളെയും ഇവിടെ നിന്നും ഇറക്കി വിടണം, ഇല്ലെങ്കിൽ കണ്ണേട്ടനും ഏട്ടത്തിക്കും കുഞ്ഞിനും സ്വസ്ഥമായും സന്തോഷത്തോടെയും ഇവിടെയും ജീവിക്കാൻ കഴിയില്ല എന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ കരുണയ്ക്കും വല്ലാത്ത പേടിയാവുന്നുണ്ട്. കാരണം ഇനി മഞ്ജു പറഞ്ഞിട്ട് ദുർഗ കൂടി റെക്കമെൻഡ് ചെയ്യുന്നതോടെ കണ്ണൻ ഇനി തങ്ങളെ അവിടെ നിന്നും അടിച്ചിറക്കി വിടുമോ എന്നുള്ളൊരു പേടി കരുണയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കരുണയാണെങ്കിൽ മുത്തശ്ശി ഉപദേശിച്ച് തന്നു വിട്ടതുപോലെ കണ്ണൻ്റെ കാലിൽ വീഴുന്നുണ്ട് സ്നേഹനാടകം അഭിനയിച്ചുകൊണ്ട്. എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിടരുത് കണ്ണേട്ടാ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ഉണ്ണിയേട്ടൻ്റെ സ്വഭാവം കണ്ണേട്ടന് നന്നായിട്ട് അറിയാലോ. ഇവിടെ നിന്നും ഞങ്ങളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞിനെ തന്നെ ഇല്ലാതാക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ കണ്ണൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണൻ്റെ കാലിൽ വീഴാണ്. അപ്പോൾ ഈ ഒരു കണ്ണീരിൽ കണ്ണൻ വീണ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ജു വീണ് പറയുന്നുണ്ട്, ഇവളുടെ ഈ നാടകത്തിലൊന്നും വീണ് പോവല്ലേ കണ്ണേട്ട എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും കണ്ണനാണെങ്കിൽ ചെറിയൊരു അലിവ് തോന്നി പോവാണ് കരുണയോട്. തുടർന്ന് നിൻ്റെ മനസ്സൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മഞ്ജു, പക്ഷേ ഇവളുടെ വയറ്റിലിപ്പോൾ ഒരു കുഞ്ഞു വളരുന്നുണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ഇവൾക്ക് ഞാൻ ഒരു ചാൻസ് കൂടി കൊടുക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഏതായാലും ഞാൻ ആ രാക്ഷസിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ഉണ്ണിയുടെ മുറിയിലെത്തുന്നു. എന്നിട്ട് നീ എൻ്റെ ഏട്ടനെ കൊല്ലാൻ നോക്കിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ണിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് ഏട്ടത്തിയോടും ഏട്ടനോടും ഒക്കെ ചെയ്യുന്ന ഈ ക്രൂരതയ്ക്ക് താൻ അനുഭവിക്കുകയോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ മുഖത്ത് നോക്കി തന്നെ ശപിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. ഏതായാലും കരുണ അടുത്ത നാടകവുമായിട്ടാണ് സ്നേഹനാടകവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദുർഗയുടേത് വെറും മാറ്റമല്ല എന്നും അവരുടെ കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ദുർഗയുടെ മുന്നിൽ അഭിനയിക്കുകയാണ് എന്നൊക്കെയാണ് കരുണ കരുതുന്നത്. അപ്പോൾ താനും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കണ്ണൻ്റെ പ്രീതി പിടിച്ചു പറ്റാം എന്നും കരുണ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. ഇനി ഇങ്ങനെ സ്നേഹനാടകം അഭിനയിച്ച് നിന്നുകൊണ്ട് കണ്ണനെയും ലക്ഷ്മിയും ഇല്ലാതാക്കാം എന്നുള്ളൊരു തന്ത്രപരമായ നീക്കമാണ് കരുണ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും ഉണ്ണിയും കരുണയ്ക്ക് കൂട്ടുനിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്